പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യാക്കോബിന്റെ ലേഖന പഠനത്തിന്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 12 എപ്പിസോഡിലായി ഈ ലേഖനത്തിന്റെ മുഖവരി 1-ാം അധ്യായത്തിന്റെ വിഷയ വിഭാജികയും വളരെ ലളിതമായ നിലയിൽ, സംഗ്രഹമായ നിലയിൽ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് 2-ാം അധ്യായത്തിലേക്കാണ് നാം ഇപ്പോൾ പഠനം ആരംഭിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ജീവിതത്തെ വിവരിക്കുന്നത് ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ് എന്നാണ്. വിശ്വാസം സ്നേഹത്തിലൂടെ പ്രാവർത്തികമാകുന്നു. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ ദൈവസ്നേഹത്തിൽ അത് പ്രകടമാക്കുമ്പോഴാണ് വിശ്വാസം എന്താണ് എന്നുള്ളത് അതിന്റെ ശരിയായ അർത്ഥതലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ഈ അധ്യായത്തിൽ, അതായത് വിശ്വാസവും ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന വിശ്വാസവും, ഈ 2 കാര്യങ്ങൾ യോഹന്നാൻ ഇവിടെ പറയുന്നു. ഇവിടുത്തെ ബൈബിൾ പരാമർശിക്കുന്ന വിശ്വാസം ജീവനുള്ള വിശ്വാസമാണ്, മൃതാവസ്ഥയിലുള്ള വിശ്വാസമല്ല. വാസ്തവത്തിൽ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് ആ കാര്യം ആണ് പറയുന്നത്. ആദ്യ വാക്യങ്ങൾ 1 മുതൽ 13 വരെ പ്രായോഗികമായ ദൈവസ്നേഹത്തെക്കുറിച്ചും 14 മുതൽ 26 വാക്യങ്ങളിൽ പ്രവൃത്തിയെ സംബന്ധിച്ചും ആകുന്നു അദ്ദേഹം സംസാരിക്കുന്നത്. അനേക ആളുകൾക്കും ബൗദ്ധിക മണ്ഡലത്തിൽ വിശ്വാസമുണ്ട്, എന്നാൽ പ്രായോഗിക തലത്തിൽ വിശ്വാസം പരിണമിക്കാറില്ല. ചരിത്രപരമായി ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ പലർക്കും അറിയാം, എന്നാൽ വിശ്വാസത്താൽ രക്ഷകനായ ക്രിസ്തുവിനെ അനേകർക്കും അറിഞ്ഞുകൂടാ. ബൈബിളിലെ വാക്യങ്ങൾ എത്ര കാണാപ്പാഠം പഠിച്ചാലും, അവസരോചിതമായി അത് ഉദ്ധരിക്കുവാൻ കഴിവ് പ്രാപിച്ചാലും, വളരെ അധികം വചനഭാഗം അത് എക്സ്പൗണ്ട് ചെയ്താലും, വാസ്തവത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ രക്ഷിതാവായ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ ബൗദ്ധിക തലത്തിലെ അത്തരം അറിവുകൾ കൊണ്ട് വലിയ പ്രയോജനം ഇല്ല. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വാക്യങ്ങളിൽ വിശ്വാസം സ്നേഹത്താൽ പ്രായോഗികമാക്കപ്പെടുന്നു എന്നുള്ളതാണ് യാക്കോബ് സംസാരിക്കുന്നത്. ഇതിന്റെ 2-ാം അധ്യായം യാക്കോബ് ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. ഒരു വലിയ പ്രബോധനത്തോടെയാണ് താൻ ആരംഭിക്കുന്നത്. അപ്പോൾ വാസ്തവത്തില് നിങ്ങൾ പ്രാക്ടീസ് നോട്ട്, കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തർജ്ജമ ഭാഷയിലാണ് ഇത് പറയുന്നത്. വാസ്തവത്തില് we are not simply to have faith, we are to practice it in our daily life. നമുക്ക് വിശ്വാസമുണ്ടെന്ന് നമ്മൾ ശഠിക്കുക മാത്രമല്ല, നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ ആ വിശ്വാസം പ്രായോഗിക തലത്തിൽ നാം കാണിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ദൈവത്തെ നമ്മൾ കേവലം വ്യർത്ഥമായ നിലയിൽ അല്ലെങ്കിൽ വിരൂപമായ നിലയിൽ, അവ്യക്തമായ നിലയിൽ വിശ്വസിക്കുകയല്ല, വ്യക്തമായി വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തിഗതമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസം സ്നേഹത്തിലൂടെ പ്രായോഗിക തലത്തിലേക്ക് പ്രാവർത്തികമാകുന്നത് ആകണം. ഇവിടെ ക്രിസ്തുവിനെ തേജസ്സുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. തേജസ്സുള്ളവൻ ദൈവമാണ്, അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, നിത്യതേജസ്സിൽ വസിക്കുന്നവനാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ തേജസ് ഉള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സമം ദൈവം എന്നാണ് യാക്കോബ് സ്ഥാപിക്കുന്നത്. മാത്രമല്ല, അവിടുന്ന് തേജസ്സുള്ള ദൈവമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം തേജസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ സമാഗമന കൂടാരത്തിന്റെ അന്തർഭാഗത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ കെരൂബുകളുടെ മേൽ വസിച്ചിരുന്ന ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചാണ് അവരുടെ ഓർമ്മയിലേക്ക് വരുന്നത്. ചിതറിപ്പാർക്കുന്ന
വിശ്വാസികളായ ആളുകൾ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിട്ട് പീഡനങ്ങളാലും മറ്റും കാരണങ്ങളാലും ദേശത്തിന്റെ വിതരണങ്ങളിലായി ചിതറിപ്പാർക്കുന്ന ആളുകൾക്കാണല്ലോ യാക്കൂബ് ഈ ലേഖനം എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് ക്രിസ്തു തേജസ്സുള്ളവനാണ് എന്ന് പറയുമ്പോൾ അവൻ ദൈവമാണെന്നും സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തെ പ്രകാശിതനായ ആ ഷെക്കീന ഗ്ലോറി ദൈവത്തിന്റെ മഹത്വമാണെന്നും അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവത്തിന്റെ ഈ മഹത്വം ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിനികളിലും കർത്താവിന്റെ സഭയിലും അത് അധിവസിക്കുന്നു. നമ്മൾ വാസ്തവത്തില് നമുക്ക് ദൈവം നൽകിയ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകരുന്നത് എങ്ങനെയാണ്? വാസ്തവത്തില് ഈ കർത്താവായ യേശുക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ ആ സഹോദരനെ അല്ലെങ്കിൽ ആ സഹോദരിയെ നമ്മൾ കൈക്കൊള്ളുന്നതിനാലാണ് ദൈവത്തിന്റെ സ്നേഹം അവരിലേക്ക് നമുക്ക് പകരുവാൻ ഇടയായിത്തീരുന്നത്. നമ്മൾ മറ്റുള്ള ആളുകളെ വിധിക്കുന്നവരായിട്ടോ പിന്നെ ശപിക്കുന്നവരായിട്ടോ ഇരിക്കാൻ പാടില്ല. ഇവിടെ ഇവരെ സംബന്ധിച്ച് ഒരു ന്യൂനത പറഞ്ഞിട്ടുണ്ട്. അതായത് ധനവാന്മാരും ദരിദ്രരുമായ വിശ്വാസികൾ തമ്മിലുള്ള തരംതിരിവ്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുവൻ വന്നാൽ ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കുക അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ന്യായപ്രമാണം ഇല്ലാത്തവരല്ലോ. അപ്പൊ ന്യായപ്രമാണം പറയുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക, സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നാണ്. എന്നാൽ ദൈവസഭയിലേക്ക് വരുമ്പോൾ വളരെ ദാടിമോടിയോടുകൂടി അല്ലെങ്കിൽ വിലപ്പെട്ട വസ്ത്രധാരണത്തോടുകൂടി കൈവിരലിൽ മോതിരമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആഭരണധാരിണിയായി ഒരു വ്യക്തി വരുമ്പോൾ സുഖേന വന്ന് ഇവിടെ ഇരുന്നു കൊള്ളുക എന്ന ഈ ധനവാനോടും ദരിദ്രനോട് ദൂരെ അങ്ങ് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തില് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനും ദൈവനീതിക്കും ദൈവ സ്വഭാവത്തിനും എതിരാണെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ഇങ്ങനെയുള്ള പാപത്തെ മുഖപക്ഷം എന്ന വാക്കുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ വിവക്ഷിച്ചിട്ടുള്ളത്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളായ ഞാനും നിങ്ങളും മുഖപക്ഷം കാണിക്കുന്നവരായിരിക്കരുത്. പക്ഷെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മുഖപക്ഷം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമ്മള് വലിയ ആളുകളെ, ധനാഢ്യന്മാരായ ആളുകളെ, ഉന്നത സ്ഥിതിയിലുള്ള ആളുകളെ വലിയ ബഹുമാനത്തോടെ കാണുകയും അവരോട് ഇടപെടുകയും ചെയ്യുകയും അല്ലാത്തവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വിശ്വാസികളിലും പരക്കെ കാണപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് നിർഭാഗ്യകരമായ ഒരു അനുഭവം എന്ന് മാത്രമേ പ്രസ്താവിക്കാൻ സാധിക്കുകയുള്ളൂ. വാസ്തവ ഈ മുഖപക്ഷം കാണിക്കുക അല്ലെങ്കിൽ ധനവാന്മാരോട് പ്രത്യേകമായ ആദരവ് കാണിക്കുക, ഉന്നത ജോലിയുള്ള ആളുകളോട് പ്രത്യേക മതിപ്പ് കാണിക്കുക, പേരും പെരുമയുള്ള ആളുകളോട് വലിയ ആദരവ് കാണിക്കുക, അല്ലാത്തവരെ അനാദരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തെ അപമാനിക്കുന്നതും കർത്താവിന് പകരമായി നമ്മൾ വിധി പ്രസ്താവന ചെയ്യുന്നതുമായ നമ്മുടെ പ്രവൃത്തിയാകുന്നു. ഇവിടെ മുഖപക്ഷം എന്നതിന് ഡിവൈഡഡ് ആൻഡ് ടേക്സ് അസ് ബാക്ക് ടു ദ ഡബിൾ മൈൻഡഡ് പേഴ്സൺ, അതായത് ഡിവൈഡഡ് എന്ന വാക്കാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ തരംതിരിച്ച് കാണുക. വിദ്യാസമ്പന്നനെയും വിദ്യാവിഹീനനെയും, സമ്പന്നനെയും ദരിദ്രനെയും, വെളുത്തവനെയും കറുത്തവനെയും, പിന്നെ ജ്ഞാനം ഉള്ളവനെയും ജ്ഞാനം കുറവുള്ളവനെയും, അങ്ങനെയൊക്കെ വ്യത്യസ്തമായ നിലയിൽ കാണുക. ഇതിനെ മുഖപക്ഷം എന്ന വേദപുസ്തകവും വിലയിരുത്തുന്നു. അങ്ങനെ ചെയ്യുന്നത് അക്ഷന്തിഭവ്യമായ അപരാധമാണെന്നാണ് ഇതിന്റെ 5-6 വാക്കിൽ പറയുന്നത്. അവിടെ പറയുന്നത് നിങ്ങൾ അങ്ങനെയെങ്കിൽ ന്യായപ്രമാണം അനുഷ്ഠിക്കാത്തവരാണ്. 5-6 വാക്യം നോക്കി, പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിതരും വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. അപ്പോൾ വാസ്തവത്തില് ഈ കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആത്മാവിലെ ദാരിദ്ര്യം സ്വർഗരാജ്യത്തിന് യോഗ്യത നൽകുന്ന ഒന്നാണെന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട്. ദരിദ്രരെല്ലായ്പ്പോഴും നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നും കർത്താവ് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ദരിദ്രരോട് സ്നേഹം കാണിക്കുക, ആദരവ് കാണിക്കുക,
ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ പ്രവർത്തനത്തോട് വെളിപ്പെടുത്തുക, ഇതെല്ലാം രാജകീയ നിയമത്തിൽപ്പെട്ടതാണ്. വിശ്വാസികളെ ന്യായപ്രമാണത്തിന്റെ ആചരണത്തിലേക്ക് യാക്കോബ് കൂട്ടിക്കൊണ്ടു പോവുകയല്ല, മറിച്ച് ന്യായപ്രമാണത്തിന്റെ പുതിയ നിയമ പൊരുൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്താണ് ഈ ന്യായപ്രമാണത്തിന്റെ പുതിയ നിയമ പൊരുള്? ക്രിസ്തുവിൽ ദൈവം നമ്മെ സ്നേഹിച്ച പോലെ നാം അന്യോന്യം സ്നേഹിക്കുക. ആ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? വെളിപ്പെടുത്തി കൊടുക്കുക. ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിൽ ന്യായപ്രമാണം പറയുന്ന അല്ലെങ്കിൽ ദൈവവചനം പറയുന്ന എല്ലാ കൽപ്പനകളും അത് അനുസരിക്കുവാനും പ്രായോഗിക ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയും ഉള്ളതാണ്. ന്യായപ്രമാണം അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇത് ചെയ്യുന്നവൻ ഇത് മുഖാന്തരം ജീവിക്കും. പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ 10 കൽപ്പനയുടെ അക്ഷരീകമായിരിക്കുന്ന ഒരു പ്രായോഗിക നൽകിയിട്ടില്ലെങ്കിലും അതിന്റെ ആത്മീക സന്ദേശം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇംപ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ധാർമ്മിക പ്രമാണങ്ങളായി നമ്മൾ കണക്കാക്കുക. കൊല ചെയ്യുക എന്ന് പറയുന്നത് അക്ഷരീകമായി നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ദൈവം എന്താ പറയുന്നത്? സഹോദരനെ പായിക്കുന്നവൻ ഏവനും കുലപാതകൻ ആകുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് ഇന്നുവരെയും ജനിച്ചിട്ടില്ല. അപ്പോൾ സഹോദരനെ പായിക്കുന്നവൻ കുലപാതകനാണ്, അസൂയപ്പെടുന്നവൻ കുലപാതകനാണ്. ഇനി അടുത്തത്, വ്യഭിചാരം ചെയ്യരുത്. ഇത് കൽപ്പനയിൽപ്പെട്ടതാണ്. അക്ഷരീയമായ ഒരു പക്ഷെങ്കിൽ ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധം എനിക്കോ നിങ്ങൾക്കോ ഇല്ലായിരിക്കാം. പക്ഷേ കർത്താവിന്റെ മോറൽ ലോ പറയുമ്പോൾ മത്തായി 5 കർത്താവ് പറഞ്ഞത്, വ്യഭിചാരം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കുന്നതിന് അവളെ ഉറ്റുനോക്കുന്നതിനൊക്കെയും ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മോഷ്ടിക്കരുത് എന്ന് പറയുന്നു. നമ്മൾ അക്ഷരീയമായി പോയി ഒരു കൊള്ള നടത്തുന്നില്ല. എങ്കിലും ദൈവത്തിന് അർഹമായത് നാം നമ്മുടേതാക്കി മാറ്റിവെക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് കൊടുക്കാതെ അത് വസൂലാക്കുകയോ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി ആരെങ്കിലും നമ്മളെ ഏൽപ്പിച്ചത് അതിന്റെ ഒരു ചെറിയ അംശം ചെലവിട്ട് ബാക്കി നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അനുവാദം കൂടാതെ ഉപയോഗിച്ച് ചെയ്താൽ ഇതിനെല്ലാം മോഷണം എന്നാണ് പറയുന്നത്. ഇതെല്ലാം മോറൽ ലോയിൽ വരുന്ന ധാർമ്മിക പ്രമാണങ്ങളിൽ വരുന്ന വിഷയങ്ങളാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോ വിഗ്രഹാരാധന അരുത്, ഞാനല്ല അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത്, ദൈവം വിഗ്രഹാരാധന വെറുക്കുന്നു. പക്ഷേ ദൈവത്തെക്കാൾ അധികം നമ്മൾ യാതൊന്നിനെ സ്നേഹിക്കുന്നു, അതെല്ലാം വിഗ്രഹമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ യാക്കോബ് ഈ സെക്ഷനിൽ പറയുന്നത് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ മുഖപക്ഷമില്ലാതെ വെളിപ്പെടുത്തപ്പെടുന്ന സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നാം മനഃപൂർവ്വമായി പകരുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വരുന്ന അല്ലെങ്കിൽ പ്രവൃത്തിഭാവത്തിൽ വരുന്ന സ്നേഹമാണ്. അതിനെ സംബന്ധിച്ചാണ് ഈ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം വാസ്തവത്തിൽ സ്നേഹത്തിലൂടെ തെളിയിക്കപ്പെടണം എന്നാണ് പറയുന്നത്. നമുക്ക് വിശ്വാസമുണ്ട്. ഒരുത്തനെ നഗ്നനായിരിക്കുന്നു, വസ്ത്രം ധരിപ്പാൻ വകയിലായിരിക്കുന്നു, ആഹാരം കഴിക്കാൻ മാർഗമില്ലായിരിക്കുന്നു, അവനോട് സുഖേന പോയി വസിച്ചുകൊള്ളുക എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ പ്രായോഗികതയല്ല. നമ്മൾക്ക് ഒരുത്തന് വസ്ത്രമില്ല, നമുക്ക് അവനെ ഏതെങ്കിലും നിലയിൽ സഹായിക്കാൻ കഴിയണം. ഒരുത്തന് ആഹാരമില്ല, ഒരു നേരത്തെ ആഹാരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അവന്റെ ഭൗതിക ആഹാരത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ബോധവാന്മാരല്ല. അപ്പോൾ തന്നെ അവന് ആത്മീയ ആഹാരം നിറച്ചു കൊടുത്തവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ ആത്മഭാരം നമ്മൾ കാണിക്കാറുണ്ട്. പല ആളുകളുടെയും ക്രിസ്തീയ ജീവിതത്തിലെ സുവിശേഷ വേല പരാജയപ്പെടുന്നതിന്റെ ഒരു അതിപ്രധാനമായ കാരണം നമ്മൾ പലപ്പോഴും അവന്റെ ആത്മാവിനെ സംബന്ധിച്ച് കൺസേണാണ്. അവന്റെ ശരീരത്തെക്കുറിച്ച് യാതൊരു അവബോധവും പലപ്പോഴും നമുക്കില്ല. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. സൂപ്പ് സാൽവേഷൻ എന്ന് പറയുന്ന സാൽവേഷൻ ആർമിയുടെ പണ്ടത്തെ പ്രമാണമല്ല ഞാനീ പറയുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസി തന്റെ ആത്മീയ ജീവിതത്തിൽ താൻ അനുഭവിച്ച ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാർത്ഥരഹിതമായ ഒരാത്മീയ ജീവിതത്തിന്റെ അടിത്തറ അവൻ പാകുകയാണ്. നമുക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നുള്ള ആ ധാരണയിലേക്ക് നാം എത്തിച്ചേരുകയാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കുകയാണ്. മറ്റുള്ളവർ കൂടി അത് നമ്മൾ എന്ത് ചെയ്യാണ്? പങ്കിടുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം പ്രാവർത്തികം ആകുന്നത്. റിയൽ ലവ് ഗിവ് സംതിങ് എന്നൊരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ സ്നേഹം കൊടുക്കുന്നതാണ്, കൊടുക്കപ്പെടുന്നതാണ്. അതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് കർത്താവായ യേശു. ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ
ദൈവത്തിന്റെ ഏറ്റവും വിലപ്പെട്ട തന്റെ ഓമനക്കുമാരനെ ലോകത്തിനു വേണ്ടി യാഗമാകുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നാം വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, സഹോദരന്മാരെ സ്നേഹിക്കുന്നെങ്കിൽ, നമ്മെ തന്നെയും നമുക്കുള്ളതിനെയും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസ്നേഹത്തിൽ ചെലവിടുവാൻ നമ്മൾ തയ്യാറാവും. പക്ഷേ പൊസസീവ്നെസ് ആണ് നമ്മുടെ ബേസിക് ആറ്റിറ്റ്യൂഡെങ്കിൽ ദൈവസ്നേഹം നമ്മിൽ ഇല്ല എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു.